CPM-നെതിരായുള്ള കടുത്ത ആരോപണങ്ങളിൽ CPM ഘടകകക്ഷികൾക്ക് CPI, NCP, RJD അടക്കമുള്ള ഒട്ടുമിക്ക ഘടകകക്ഷികൾക്കും CPM-നെതിരായുള്ള അഴിമതി ആക്രമണ ആരോപണങ്ങളിൽ വലിയ അങ്കലാപ്പാണുള്ളത്. പലരും നിശബ്ദത പാലിക്കുന്നുണ്ട് എങ്കിൽ പോലും തക്കം കിട്ടിയാൽ പാർട്ടി വിട്ടു പോകുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുവാനും സാധ്യതയേറെയുണ്ട്. കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് CPIയെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. CPM-മായി ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് CPI വരികയാണെങ്കിൽ CPIയുടെ ആശയശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് CPIയെ UDF-നോടൊപ്പം നിർത്തുവാൻ തങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് CPIയെ ക്ഷണിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് വ്യക്തമായി പറഞ്ഞാൽ CPM-നുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലൊന്ന് AK ശശീന്ദ്രൻ്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും AK ശശീന്ദ്രനെ കൈയൊഴിഞ്ഞതോടുകൂടി തോമസ് കെ തോമസ് മന്ത്രിയാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്തകൾ പ്രചരിക്കുമ്പോഴും മറ്റു ചില തന്ത്രപരമായ നീക്കങ്ങൾ ദേശീയ തലത്തിൽ നടക്കുന്നുണ്ട്. അത് മഹാരാഷ്ട്രയിലടക്കം കോൺഗ്രസിനെ ദേശീയ തലത്തിൽ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി അഘോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP വിഭാഗത്തിൻ്റെ ചില നീക്കങ്ങളാണ്. മഹാരാഷ്ട്രയിലടക്കം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി മഹാവികാസ് അഘാഡിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി നിലനിന്നു പോകുന്ന NCP കേരളത്തിലും അത്തരത്തിൽ നിലവിലത്തെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് UDF-ലേക്ക് LDF വിട്ട് UDF-ലേക്ക് NCPയെ പറിച്ചു നടുവാനുള്ള ചില നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട് എന്ന വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കാലത്ത് NCPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തനായ നേതാവായിരുന്ന മാണി സി കാപ്പനെയും തിരിച്ച് NCPയിലേക്ക് കൊണ്ടുവരിക എന്ന തന്ത്രപരമായ നീക്കവും NCPയിൽ നടക്കുന്നുണ്ട്. ചില പിണക്കങ്ങളുടെ ഭാഗമായി NCP വിട്ടുപോയ മാണി സി കാപ്പനെ സാക്ഷാൽ KM മാണി പാല അടക്കി വാണി നിന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മാണി സി കാപ്പനെ മാറ്റി നിർത്തിക്കൊണ്ട് NCP ഒരു തീരുമാനമെടുത്തപ്പോൾ അന്ന് UDF-ന്റെ പാളയത്തിൽ നിന്നുകൊണ്ടായിരുന്നു മാണി സി കാപ്പൻ മത്സരിച്ചതും 10,000-ലേറെ വോട്ടുകളിൽ അവിടെ വിജയിച്ചു വന്നതും. ഇന്ന് KM മാണിയോളം ഒരു ജനസ്വീകാര്യത മാണി സി കാപ്പന് പാലയിലുണ്ട് എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ പുറത്തു തന്നെയാണ് NCPയിലേക്ക് മാണി സി കാപ്പനെ തിരിച്ചു കൊണ്ടുവരിക എന്ന തന്ത്രപരമായ നീക്കത്തിന് NCP തയ്യാറെടുക്കുന്നത്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ AK ശശീന്ദ്രന് പകരം തോമസ് കെ തോമസ് മന്ത്രിയാകുമെന്ന വാർത്തകൾ ഉയരുന്നതിനോടൊപ്പം തന്നെ ഇനി ഇത്തരത്തിലാണ് CPM അടക്കമുള്ള LDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളുടെ പോക്ക് എങ്കിൽ LDF-യുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് UDF-ലേക്ക് പലായനം ചെയ്യുവാനുള്ള തീരുമാനമാണ് ഇപ്പോൾ NCP എടുക്കുന്നത് എന്ന വാർത്ത ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ കാലാവധി പൂർത്തീകരിച്ചുകൊണ്ട്, അതായത് AK ശശീന്ദ്രന് ശേഷം തോമസ് കെ തോമസിന് ആ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുവാനുള്ള അവകാശം നൽകിക്കൊണ്ട് അതിനുശേഷം UDF-ലേക്ക് മാറാമെന്ന തീരുമാനം NCP എടുക്കുകയാണ്. അതിനുള്ള നീക്കുപോക്കുകളെല്ലാം ദേശീയ തലത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പാളയത്ത് ഒരു പുതിയ ഘടകകക്ഷിയുടെ ഉണ്ടാകും. അത് NCP ആയിരിക്കും. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിൽക്കുന്നത് പോലെ UDF മുന്നണിയിൽ ഇനി മുതൽ NCPയും ഉണ്ടായിരിക്കും. ഒരു പക്ഷേ NCP മാത്രമായിരിക്കില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ CPM-ന്റെ പോക്ക് ഇത്തരത്തിലാണ് എങ്കിൽ, ഏകാധിപത്യ സ്വരമുയരുകയാണെങ്കിൽ, ഇത്തരത്തിൽ പിണറായി വിജയൻ്റെ ഏകാധിപത്യ സ്വരമുയരുകയാണെങ്കിൽ, അതിനോടൊപ്പം പാർട്ടിക്കുള്ളിലെ പ്രധാനപ്പെട്ട MLA മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായ ആരോപണങ്ങൾ ഓരോന്നായി ഉന്നയിക്കുമ്പോൾ അതെല്ലാം വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അവിടെ നിന്ന് മുഖ്യമന്ത്രിയിലേക്കുമാണ് എന്ന ബോധ്യം CPIക്കും NCPക്കും RJDക്കും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ സുരക്ഷിത ഇടമെന്ന പോലെ CPM വിട്ട് ഇവരെല്ലാം കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDF-ലേക്ക് പോകാനുള്ള സാധ്യതയും വളരെയേറെയാണ്. ഒരു പക്ഷേ ഇങ്ങനെയാണ് സാഹചര്യങ്ങളുടെ പോക്ക് എങ്കിൽ PV അൻവറും LDF-യുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് മുസ്ലിം ലീഗിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കില്ല. മുസ്ലിം ലീഗ് നേതാക്കന്മാർ PV അൻവറിനെ തിരികെ വിളിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന വാർത്തയും ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ദുർബലപ്പെട്ട് തകർന്നടിയുകയാണ് LDF ഇപ്പോൾ കേരളത്തിൽ. തിരിച്ചു വരണമെങ്കിൽ നേതൃത്വ തലത്തിൽ നിന്ന് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. പിണറായി വിജയൻ്റെ ഏകാധിപത്യ സ്വരം വാങ്ങണം. അദ്ദേഹത്തിൻ്റെ മുൻപോട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളിൽ പാർട്ടിയുടെ തീരുമാനത്തിന് ബലമുണ്ടാകണം. സർക്കാരിനെയും ജനങ്ങളെയും ഒരുപോലെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയേ മതിയാകൂ. ഇല്ലെങ്കിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം 21 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്
കിറ്റും പച്ചക്കറിയും നൽകിയതുപോലെ ഇക്കുറി കിറ്റ് നൽകിയാലൊന്നും ജനം വോട്ട് നൽകുമെന്ന് തോന്നുന്നില്ല. ആ സ്ഥിതിവിശേഷം മാറണമെങ്കിൽ ജനങ്ങളെ തൊട്ടറിയേണ്ട ആവശ്യകതയുണ്ട്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ NCPയും RJDയും PV അൻവറും ഒരുപക്ഷെ CPI വരെ UDF പാളയത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെയേറെയാണ്.